ചൈൽഡ്ഹുഡ് തള്ളു തള്ളു എന്നൊക്കെ പറഞ്ഞ എൻ്റെ മോനെ ഏതാ തള്ളു അതിൻ്റെ അത് എനിക്ക് എന്ത് കഴിവുണ്ട്. അയ്യോ ക്രിഞ്ച് ആൻഡ് എന്താ ഹായ് യെസ് ലൈറ്റിംഗ് പ്രോപ്പറാണ്, ക്യാമറ ഓക്കെ ആണ്, സെറ്റ്. സോ വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് ഒരു പ്രത്യേക തരം കഴിവുണ്ട്. എന്താണെന്നറിയോ, എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റും, നല്ലോണം ഉറങ്ങാൻ പറ്റും. ഉറങ്ങുന്നതിന് വല്ല സമ്മാനം ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചേനെ ഗൈസ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഡിസ്ക്ലെയിമർ തരട്ടെ. എൻ്റെ കൈ കൊണ്ട് എനിക്ക് വയ്യ. എൻ്റെ കൈ ഇത് ഞാൻ വെറുതെ ഇട്ടോന്നല്ല കേട്ടോ, ഈ സാധനം ഇപ്പോൾ ഉരിപ്പോന്നതാണ്, ഒന്നും തോന്നരുത്. ഇത് ഇവിടെ നെക്ക് പെയിനിന് വേണ്ടി വരുന്നതാണ്. ആക്ച്വലി ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വണ്ടിയിൽ വന്നൊന്ന് വീണു. വണ്ടി അവിടെയും ഞാനിവിടെയായി തലറിഞ്ഞ് വീണതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ വിഷ്വൽസിൽ മൊത്തം ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ട് രാജാറാണിയിൽ നെസറി വീഴുന്ന ഫീലൊക്കെ ആയിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ഇവിടെ ചെറിയൊരു ഹെയർ ലൈൻ ക്രാക്ക് ഉണ്ട്. സോ 3 ആഴ്ച ഇത് ഇടണം. നല്ല പെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ സമാധാനത്തിൽ പോവാണ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ വെൽക്കം ബാക്ക്. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ അപ്പുറത്തെ ചേട്ടൻ വണ്ടി എടുത്തു പോയി. എന്തൊരു കഷ്ടമാ. വാട്ട് എവർ. എനിക്കിതിന് മുൻപ് ഒരു ചാനൽ ഉണ്ടായിരുന്നു. വാട്ട് ഹാപ്പൻഡ് ഈസ് ഞാൻ ആ ചാനൽ അടച്ചു പൂട്ടി. കാരണമൊന്നുമില്ല. ആൻഡ് ഇത് ആക്ച്വലി ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് അറിയില്ല ഞാൻ ആരാണ്. എൻ്റെ ഇൻസ്റ്റയിൽ 10K 11 നൗ ഇറ്റ്സ് 11K ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ പേർക്ക് അറിയില്ല. എൻ്റെ ബയോ കണ്ടു. ആൻഡ് നോർമലി കുറേ ആൾക്കാർ എനിക്കിങ്ങനെ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, എവിടെയാണ് പഠിക്കുന്നത്, എന്താ ചെയ്യുന്നത്. അപ്പോൾ എന്നെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ചാനലിൽ ഞാൻ എൻ്റെ ട്രാവൽ വ്ളോഗ്സ്, അതുപോലെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, സ്കിൻ കെയർ റുട്ടീൻസ്, ഇതൊക്കെയാണ് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നത്. സപ്പോർട്ട് ചെയ്യണം. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ഓക്കെ. ആൻഡ് നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ കുട്ടി എന്തിനാ ഈ തുപ്പിട്ടേക്കുന്നതെന്ന്. ഒന്നുമല്ല, ഞാൻ ഇപ്പോൾ തല ഒളിച്ചിട്ട് തല മൊട്ട ശിവനെ പോലെ ഇരിക്കുന്നത്. അപ്പം ഇപ്പോഴും വലിയ മാനമൊന്നും ഇല്ല. എന്നാലും ഓക്കെ, ഞാൻ പറയാം. എൻ്റെ ഫുൾ നെയിം ഫൗസിയ നൂറ എന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തൃശ്ശൂർ ജില്ലയിലെ തൊട്ടാപ്പ്, അതായത് ചാവക്കാട് തൊട്ടാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയായിരിക്കും, ചാവക്കാട് ബീച്ചിനടുത്തുള്ള സ്ഥലമാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ വില്ലേജാണ്. ആൻഡ് ഞാൻ 10 വരെ പഠിച്ചത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളിലാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എനിക്ക് സ്പോർട്സ് കൗൺസിലിൽ സെലക്ഷൻ കിട്ടി. ഞാൻ എൻ്റെ +1 +2 കാലഘട്ടം എന്ന് പറയുന്നത് ഹോസ്റ്റലിലായിരുന്നു. എൻ്റെ അളിയാ, അതെന്തൊരു കാലഘട്ടമാണെന്നറിയോ അമ്മേ, എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ എന്താ കാലഘട്ടം ആലോചിപ്പിക്കരുതെന്ന് പറഞ്ഞതെന്നറിയോ, 10 വരെ, അതായത് ഞാൻ 2nd സ്റ്റാൻഡേർഡ് തൊട്ട് തായ്ക്കൊണ്ടോ മാർഷൽ ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പോൾ തായ്ക്കൊണ്ടോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ വീക്ക്ലി ട്വൈസ് അല്ലെങ്കിൽ വീക്ക്ലി 4 വട്ടോ 5 വട്ടമൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ പോവുക. ഇനിയിപ്പോൾ ഒരു ദിവസം ഞാൻ പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആൻഡ് വർക്കൗട്ട് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്തു. എനിക്ക് സ്റ്റേറ്റ് മെഡൽ ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു, ആൻഡ് നാഷണൽ മെഡൽസ് ഉണ്ടായിരുന്നു, ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡറാണ്. ആൻഡ് ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ തട്ടിയും പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൗൺസിലിൽ പോണേ. അവിടുത്തെ ടൈം ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് 5 മണി 6 മണിയാകുമ്പോൾ ഗ്രൗണ്ടിലെത്തണം, മോർണിംഗ് സെക്ഷൻ പ്രാക്ടീസ്, ആഫ്റ്റർ ദാറ്റ് ക്യൂ നിന്ന് ബാത്റൂമിൽ പോയി ഭക്ഷണം കഴിച്ച് സ്കൂളിലേക്ക് ഓടണം. സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്ന് വീണ്ടും ഫിസിക്കൽ, കാരണം ഞാൻ +1 +2 പഠിച്ചത് ബയോളജി സയൻസ് വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷനാണ്. സോ നേരെ യൂണിഫോം എല്ലാം ചേഞ്ച് ചെയ്ത് സ്പോർട്സ് ഡ്രസ്സിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന് പോകണം. ആഫ്റ്റർ ദാറ്റ് വീണ്ടും തിരിച്ച് വന്നിട്ട് ചായ കുടിച്ചിട്ട് വീണ്ടും എന്തിനു പോകണം, പ്രാക്ടീസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഇതൊക്കെ പോട്ടെ, അവിടെ ഒരു TV ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് TV ഉണ്ട്, ഫോണുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് TV ഇല്ല. ആൻഡ് ദ ഓൺലി വൺ ഓപ്ഷൻ ഈസ് വീക്ക്ലി വൺസ് നമുക്ക് വീട്ടിൽ വിളിക്കാം, അതും 2 മിനിറ്റ്സോ 3 മിനിറ്റ്സോ. ആലോചിച്ച് നോക്കിക്കേ, ഇത്രയും ഹെവി ലോഡ് വർക്കൗട്ടും കണ്ടീഷനിങ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പട്ടീനെ പോലെ ആകുമ്പോൾ സ്കൂളിൽ പോകണം. എനിക്ക് പറ്റത്തില്ല അളിയാ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തലവേദനയാണ്, മൈഗ്രെയിൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രാമ കളിച്ച് കിടക്കും. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ കാലഘട്ടം ഓർമ്മിപ്പിക്കരുതെന്ന്. പിന്നെ ആഫ്റ്റർ വേർഡ്സ് +2 ഞാൻ പറയാം, എൻ്റെ മാർക്സ് പറയാം. ഞാൻ കുറച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചോട്ടെ. 10th I got full A+.
സോ ആ സമയത്ത് എൻ്റെ ഫാമിലിയിൽ കുറേ പേര് പറഞ്ഞു, ഓ വിത്ത് ഗ്രേസ് മാർക്ക് അല്ലേ. സോ +1 +2 ആയപ്പോൾ +2 എനിക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് ഗ്രേസ് ബയോളജി സയൻസ് വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഐ സ്കോർഡ് 93% ഗൈസ്. ഏതാല്ലേ, ഏതാ മൂഡ്, വാവ്. പക്ഷേ അതൊക്കെ മാറ്റി തിരിച്ചത് എൻ്റെ ഡിഗ്രി കാലഘട്ടമാണ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത്. ഇവിടെ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ്, ഇവിടെയാണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് എൻ്റെ സബ്ജക്റ്റ് ക്രിമിനോളജി ആൻഡ് സൈക്കോളജി ആയിരുന്നു. ഞാൻ എന്തിനാ സബ്ജക്റ്റ് എടുത്തത്, എനിക്കൊരു എത്തുമില്ല. പേര് കേട്ട ഒരു കനുള്ള വാക്കല്ലേ, നമ്മൾ മറ്റേ ഇൻഗോസ്റ്റേഴ്സിൽ പറയണ പോലെ വെയിറ്റുള്ള വാക്ക് കേട്ടപ്പോൾ എടുത്തതാണ്. പക്ഷെ പെട്ടളിയാ പെട്ട്. കാരണം ഞാൻ ചെന്ന് പെട്ടത് ഒരു പാമ്പുകളുടെ ഇടയിലായിപ്പോയി. ആൻഡ് ആ ഒരു കാലഘട്ടം 3 years കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ജീവിതത്തിൽ മിസ് ചെയ്യാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ ഡിഗ്രി കാലഘട്ടമാണ്. സോ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ സൈക്കോളജി, ക്രിമിനോളജി ആൻഡ് ഇംഗ്ലീഷ്. ഇറ്റ് വാസ് ട്രിപ്പിൾ മേജർ ഡിഗ്രി ആയിരുന്നു. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ചെയ്തത് NEP-ലായിരുന്നു, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ. പാസ് ഔട്ടായിട്ട് ഒരു വർഷമായി, പക്ഷെ എനിക്കിതുവരെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. സോ 2024 പാസ് ഔട്ടാണ് ഞാൻ. ഇതിൻ്റെ ഇടയിൽ 10th കഴിഞ്ഞിട്ട് ഞാൻ ശ്രീകൃഷ്ണയിൽ ജോയിൻ ചെയ്തായിരുന്നു, ഗുരുവായൂർ. അപ്പം എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളവർക്കറിയാം, അത്യാവശ്യം നല്ല സ്കൂളാണ്. ക്ലാസ് റെപ്പൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ, എനിക്ക് ആ വർഷത്തെ കോമ്പറ്റീഷനിൽ നീക്ക് ഫ്രാക്ചറായി. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ പോയി പഠിക്കാനൊന്നും പറ്റത്തില്ല. ബസ്സിൽ ഞാൻ മറ്റേ 10 നടന്നു പോയി പഠിച്ചിട്ട് പെട്ടെന്ന് ബസ്സിലൊക്കെ കയറിയപ്പോണ്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഒരു തള്ള്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു തള്ളു എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ മോനെ ഏതാ തള്ളു, അതിൻ്റെ അകത്ത് നിൽക്കല്ല. ഇനി അഥവാ ഇരുന്ന കണ്ടക്ടർ അല്ലേ, കണ്ടക്ടറിൻ്റെ ഒരു മുഖമുണ്ട്, ഇവളാരെ ഇരിക്കാൻ. ഇടയ്ക്ക് ഞാൻ ഫുൾ ചാർജൊക്കെ കൊടുത്ത് ഇരിക്കും അവസ്ഥ. അവസാനം ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ TC അങ്ങ് മേടിച്ച് വീട്ടിലങ്ങ് ഇരുന്ന് 6-7 മാസം കണ്ടിന്യൂസ്. എന്നിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ പോയത്. ഇതേപോലെ ഞാൻ ചെയ്തൊരു കാര്യമാണ്. എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടും ഒരു വർഷം, അതായത് കഴിഞ്ഞ ഒരു വർഷം ഞാൻ വെറുതെ ഇരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ശങ്കർ IAS അക്കാഡമിയിൽ UPSCക്ക് ജോയിൻ ചെയ്തു. അപ്പം നിങ്ങൾ വിചാരിക്കും ഭ്രാന്താണോ? നോ, ദാറ്റ്സ് മൈ ചൈൽഡ്ഹുഡ് ഡ്രീം. കയ്യിൽ നിന്ന് പോയി. ദിസ് ഇസ് മൈ ചൈൽഡ്ഹുഡ് ഡ്രീം ടു ബിക്കം എൻ IPS ഓഫീസർ. അതുകൊണ്ട് അവിടെ പോയി ജോയിൻ ചെയ്തു. ഇപ്പോൾ ഭയങ്കര തകൃതിയായി. അതന്നെയല്ലേ വേർഡ്സ്. എനിക്ക് മലയാളമാണ്, അല്ല മലയാളിയാണ്, പക്ഷെ മലയാളം വാക്കുകൾ കുറേ കിട്ടില്ല. നല്ല ഗംഭീരമായിട്ട് എൻ്റെ പ്രിപ്പറേഷൻ പോകുന്നുണ്ട്. ആൻഡ് കറൻ്റ്ലി ഞാൻ MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഇത്രയും കാര്യങ്ങൾ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കാരണം ഞാൻ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു, ഓർക്കിഡ് ഇൻ്റർനാഷണൽ സ്കൂളിൽ. അവിടെയാണ് ഞാനിപ്പോൾ കറൻ്റ്ലി എൻ്റെ ലൈഫ്. നേരം വെളുക്കുക 7 മണിക്കൂടെ തിരിച്ചു വരിക, വീക്കെൻഡ് ആൻഡ് പബ്ലിക് ഹോളിഡേയ്സിൽ വീട്ടിലിരിക്കുക. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ലൈഫാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ ഭയങ്കര ലേസി പേഴ്സൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം കുറേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല മടുക്കും. അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകാണ്ടിരുന്നത്. +1 +2 ഏറ്റവും ലോ അറ്റൻഡൻസ് എനിക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പോകത്തില്ല. സെയിം ആസ് ഇവിടെ വർക്കിന് കയറിയിട്ടും അവരെൻ്റെ ഒബ്സർവേഷനിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. സ്കൂളിലേക്ക് കറക്റ്റായിട്ട് വരുന്നില്ല, സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാറ്, പ്രോപ്പർ ടൈമിന് എത്തുന്നില്ല. അത് വേറൊരു കാര്യമാണ്. ഞാൻ ഇനി 5 മണിക്ക് എണീറ്റാലും 4 മണിക്ക് എണീറ്റാലും ഞാൻ നേരം വൈകിട്ടേ എത്തൂ. അതെന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഇതിൻ്റെ ഒക്കെ ഇടയിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ചെയ്ത വേറൊരു കാര്യമാണ് കോണ്ടന്റ് ക്രിയേഷൻ. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ഞാൻ യൂട്യൂബിൽ ഞാൻ പറഞ്ഞാൽ അടച്ചുപൂട്ടി, ഇൻസ്റ്റയിൽ ഞാൻ വീഡിയോ ഇട്ടു. ആൻഡ് എൻ്റെ ഇൻസ്റ്റ ഇപ്പോൾ 11K ആയി. സോറി. അപ്പോൾ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ എൻ്റെ വയസ്സറിയോ? ചിങ്ങം വന്ന 23 ആയി. അയ്യോ, അത് കള്ള പറഞ്ഞാണേ, ചിങ്ങത്തിലൊന്നുമല്ല ഞാൻ നവംബർ 16-ന് എനിക്ക് 23 വയസ്സാവും. അതായത് കറൻ്റ്ലി ഞാൻ 22. മറ്റേ ഇതിൽ പറയുന്നില്ലേ, ഏതാണ് ഒരു ഫിലിമില്ലേ, ഫിലിമിൻ്റെ പേരൊക്കെ പറഞ്ഞു, എന്താണ് സൂഫി സുജാതി, അതിൻ്റെ അകത്ത് പറയുന്നില്ലേ 22-ന് ഇത്രയും ഭംഗി കണ്ടിട്ടില്ല. യെസ്. ആൻഡ് എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഈസ് മൈ
21 to 22. 22 ആയിരുന്നു എൻ്റെ അടിപൊളി ചാപ്റ്റർ. ടെക്നിക്കൽ പരമായിട്ടും അല്ലാതെ പരമായിട്ടും ഈ പരമായിട്ടും ആ പരമായിട്ടൊക്കെയുള്ള കഴിവുകൾ മാറ്റിവെച്ചാൽ എനിക്ക് എന്ത് കഴിവുണ്ട്? യെസ്, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്. സംസാരിച്ച് ഞാൻ ആൾക്കാരെ വീഴ്ത്തും. അത് മാത്രമാണ് ഞാൻ കണ്ടതിൽ വെച്ച് എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുള്ളൂ. ഭാഗ്യത്തിന് നമ്മുടെ CV-യിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇടാൻ പറ്റും. അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പക്ഷെ അവർക്കറിയില്ലല്ലോ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഷൻ സ്കില്ലല്ല ആൾക്കാരെ വീഴ്ത്താനുള്ളത്. ഓക്കെ ഫൈൻ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വ്ളോഗ് പ്രതീക്ഷിച്ച് ഞാൻ ആരായി അവസാനം കോമഡി റീലെന്നൊക്കെ അതുപോലെ അറിയില്ല, കോമഡി വീഡിയോ ആവാൻ പോവാണ്. ആൻഡ് എന്താ കഴിഞ്ഞ 4 to 5 years ആയിട്ട് ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ എൻ്റെ അഡ്രസ്സ് ഒന്നും പറഞ്ഞു തരുന്നില്ല, ഇനിയിപ്പോൾ എൻ്റെ ഫാൻസൊക്കെ കയറി വന്നാലോ. ബാംഗ്ലൂർ ഞാൻ സോളദേവനഹള്ളിയിലാട്ടോ. ഓക്കെ, ഇപ്പോഴും ഇവിടെ തന്നെയാണ്. ഇനി ഇവിടുന്ന് മാറുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മാറുമായിരിക്കും, ചിലപ്പോൾ മാറില്ലായിരിക്കും. എന്തായാലും ഞാൻ ഇപ്പം ഇവിടാണ്, ഇനി ഇവിടെ തന്നെ ആണ്. നാളത്തെ കാര്യം നാളെ അല്ലേ രമണ. ഇതെന്താണെന്നറിയോ, ഞാൻ എൻ്റെ സ്ഥലം മാറ്റി വയ്ക്കി. പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ എന്തായാലും എന്നെക്കുറിച്ച് ചോദിച്ചല്ലേ, പിന്നെ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ അല്ല എന്നെക്കുറിച്ച് ചോദിച്ചല്ല കേട്ടോ, ഞാൻ പറയാണ്. എൻ്റെ വെയിറ്റ് ഹൈറ്റ് വേണോ? വയസ്സ് ഞാൻ പറഞ്ഞല്ലോ, ചിങ്ങം വന്നാലുള്ള കേസ്. വെയിറ്റ് ഹൈറ്റ് എനിക്കറിയില്ല. വെയിറ്റ് ആക്ച്വലി ഞാൻ 50 kg ആവും. ഹൈറ്റ് ഒരു 5, 2, 3 എങ്ങാനും ഉണ്ടാവുമായിരിക്കും ഗൈസ്. സ്കൂളിൽ ഞാൻ അടിച്ചു വരാൻ പോണതല്ല, ഞാൻ അവിടുത്തെ ടീച്ചറാണ്. ഓക്കെ, സോ കോൾ മീ ടീച്ചർ അമ്മ ഓർ ടീച്ചർ, ദാറ്റ്സ് ബെറ്റർ ഫോർ യു. ക്രിഞ്ച് സത്യമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇന്നിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്നാമത് കൈക്ക് വയ്യ, ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റ പാട്. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ക്യാമറ സെറ്റ് ചെയ്തു, ഞാൻ വീഡിയോ എടുത്തിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്തു, ഇത് ഞാൻ പോസ്റ്റും ചെയ്യും. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി ലൈഫ് അപ്ഡേറ്റും കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കും നിങ്ങളെ ശല്യം ചെയ്യാൻ. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബേബി. പിന്നെ ഇതിൽ ഞാൻ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കിട്ടോ, ഞാൻ വന്നിരുന്ന നല്ല അടിപൊളി കഥകളൊക്കെ പറഞ്ഞുതരാം. ഞാൻ ബസ്സിൽ തള്ളണമൊക്കെ പറഞ്ഞില്ലേ, അതിലൊക്കെ കുറേ കഥകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പാളിയാ ഇനിയിരുന്ന സമയവും. ബായ്.